ആകാംക്ഷയിലുള്ളത് ജിംബുവിനെ കാണാമല്ലോ എന്നുള്ളത് കൊണ്ട്. ആ ആകാംക്ഷ എനിക്കുമുണ്ട്. നമുക്ക് ഈ പുഴ കടന്ന് അപ്പുറത്തെത്തിയിട്ട് വിളിക്കാമല്ലേ അവനെ? വേഗം വാ. ഹായ്, ദേ നോക്ക്, ദാ വന്നു. വന്നെന്നോ? ജിംബു വന്നോ? എന്ത് വന്നെന്നാണ് നീ പറയണത്? അല്ല അല്ല, ദേ നോക്ക്, അവിടെ മഴവില്ല് വന്നു. മഴവില്ലോ? എവിടെ? ദേ അങ്ങോട്ട് നോക്ക്, അവിടെയാണ് മഴവില്ലുള്ളത്. ശരിയാണല്ലോ അവൻ പറഞ്ഞത്. ദേ അവിടെ മഴവില്ലുണ്ടല്ലോ കാണാൻ. ഹായ്, എന്ത് ഭംഗിയല്ലേ മഴവില്ല് കാണാൻ. അതെ അതെ, ഞാൻ ഇത്രയും ഭംഗി ഇതുവരെ മഴവില്ല് കണ്ടിട്ടില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ മഴവില്ലിന് നിറമില്ല എന്നാണ്. നിറമില്ലാന്നോ? അതെന്താടി നീ അങ്ങനെ പറയണത്? എടി, ഇതിലും ഭംഗിയിൽ മഴവില്ല് കാണാം. എവിടെ നിന്നാണ് കാണാൻ പറ്റുക? സാധാരണ മഴവില്ലേ ഇതിലും ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ അത്ര കളറ് പോരാ. ദേ പിങ്കി മോളെ, നീ കൂടുതൽ തള്ളാതെ കേട്ടോ. എടാ ഉസ്മാനെ, ഞാൻ തള്ളുന്നതൊന്നുമല്ല, സത്യമാണ് പറഞ്ഞത്. ഒരു സത്യം പറച്ചിലുകാരി. ഒന്ന് പോടി ഇവളായിരുന്നു. ഇതിലും നല്ല മഴവില്ലേ എവിടെയും കാണാൻ പറ്റില്ല. ടിവിയിലെങ്ങാൻ കണ്ടാലായി, അല്ലാതെ ഇവിടെ ആകാശത്തൊന്നും അത്രയും നല്ല മഴവില്ല് കാണാൻ പറ്റില്ല. അല്ല, പറ്റും പറ്റും. ഞാനേ ഇതിലും ഭംഗിയിൽ മഴവില്ല് കണ്ടിട്ടുണ്ട്. നീ കാണാത്തത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നീയേ ഒലക്ക കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാടി നീ ഇതിലും ഭംഗിയിൽ മഴവില്ല് കണ്ടത്? അതൊക്കെയുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഇതിലും ഭംഗിയിൽ മഴവില്ല് കണ്ടിട്ടുണ്ട്, നല്ല സൂപ്പർ കളർഫുൾ ആയിട്ട്. എടി, നിനക്കതിന് മഴവില്ലിനെ കുറിച്ചിട്ട് വല്ല വിചാരവുമുണ്ടോ? അറ്റ്ലീസ്റ്റ് അതിനത്ര നിറമുണ്ടെന്നെങ്കിലും നിനക്കറിയാമോ? ദാസ്മാനെ, അധികം ഓവറാക്കണ്ട കേട്ടോ. ഏടാ, നിനക്കത് അറിയാത്തത് കൊണ്ടല്ലേ നീ എന്നോട് ചോദിക്കുന്നത്? നിനക്കത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി മോനെ. പിന്നെ പിന്നെ നീ പറഞ്ഞിട്ട് വേണ്ടേ എനിക്കിതൊക്കെ അറിയാൻ? ഒന്ന് പോടി അവിടുന്ന്. എന്നാലും അവളുടെ ഒരു പറച്ചിലേ, അവളെ ഇതിലും ഭംഗിയിൽ മഴവില്ല് കണ്ടിട്ടുണ്ട് പോലും. തള്ളുമ്പോഴേ ഇങ്ങനെ തള്ളരുത് പിങ്കി മോളെ, ഇതൊരൊന്നൊന്നര തള്ളാണ്. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ കാണിച്ചു തരാം. ജിംബു ഇപ്പൊ വരുമല്ലോ, അവനോട് പറഞ്ഞിട്ടേ നിനക്ക് ഞാൻ ഇതിലും കളർഫുള്ളിൽ മഴവില്ല് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിലേ പറ്റുമെങ്കിൽ നീ കാണിക്ക്. ശരി, എങ്കിൽ നീ ബെറ്റ് വെക്കുന്നോ? ബെറ്റെങ്കിൽ ബെറ്റ്. അയ്യോ ബെറ്റോ? അതെ, ബെറ്റ് തന്നെ. ഏടാ, ഞാനെങ്ങാൻ ബെറ്റിൽ ജയിച്ചാൽ നിന്റെ തോളത്തിരിക്കുന്ന ആ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് നീ എനിക്ക് തരണം. ശരി, ഇനി ഞാനെങ്ങാൻ ബെറ്റിൽ ജയിച്ചാൽ നിന്റെ കണ്ണിലിരിക്കുന്ന കണ്ണടുണ്ടല്ലോ, അത് നീ എനിക്ക് തരണം. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ വാ, നമുക്ക് അപ്പുറത്തെത്തിയിട്ട് ജിംബുവിനെ വിളിക്കാം. എന്നോട് ബെറ്റ് വെക്കാൻ വന്നിരിക്കുന്നു അവൻ. നോക്കിക്കോ, നിനക്ക് നിന്റെ ബാഗ് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇവിടെ നിന്ന് ജിംബുവിനെ വിളിക്കാമല്ലേ? ആ, നീ വേഗം വിളിക്ക്. ജിംബാലു ജിംബു വരട്ടെ. ഹായ്, ദേ ജിംബു വന്നു. ജിംബു, എന്തൊക്കെയാ? എത്രയായി നിങ്ങളൊക്കെ കണ്ടിട്ട്? ജിംബു, നിനക്ക് സുഖമാണോ? അതെ, സുഖം തന്നെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? അതെ, ഞങ്ങൾക്കൊക്കെ സുഖമാണ്. നിന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതിനെന്താ, ഞാൻ ഇപ്പോൾ വന്നില്ലേ. ഇനി നമുക്ക് ആ കോട്ടയിലേക്ക് പോയാലോ? നിക്ക് ജിംബു, അതിനു മുന്നേ ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും പറയൂ പിങ്കി മോളെ. അതെ, ഇവർക്ക് മഴവില്ല് കാണണം പോലും. നീ ഞങ്ങൾക്ക് വേണ്ടി മഴവില്ലൊന്ന് കാണിച്ചു തരുമോ? ഓ, അതാണോ കാര്യം? അതിനെന്താ, ഇപ്പൊ കാണിച്ചു തരാലോ. മഴവില്ല് വരട്ടെ. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ മഴവില്ല് കാണുന്നത്. എവിടെ എവിടെ? നിങ്ങൾ എന്റെ കൂടെ ഇങ്ങോട്ട് വാ, ആ സൈഡിലാണ് മഴവില്ലുള്ളത്. എങ്കിൽ വേഗം വാ, നമുക്ക് ചെന്ന് മഴവില്ല് നോക്കാം. ഹായ്, ദേ നോക്ക്, എന്ത് ഭംഗിയുള്ള മഴവില്ലാണെന്ന്. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ, നല്ല ഫുൾ കളറിൽ നമുക്ക് മഴവില്ല് കാണാമെന്ന്. ഇപ്പൊ എന്തായി? ബെറ്റിൽ ഇവൻ തോറ്റില്ലേ? അത് പിന്നെ എന്താ അത് പിന്നേന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ ഈ മഴവില്ലിന് കളറില്ല എന്ന്? നീ ഇതിന്റെ ഒരു ഭംഗി നോക്ക്, എന്ത് ഭംഗിയാണെന്ന്. നേരത്തെ നമ്മൾ കണ്ട മഴവില്ലിനേക്കാളും എന്ത് ഭംഗിയുണ്ട് ഇത് കാണാൻ. നീ തോറ്റസ്ഥിതിക്ക് നിന്റെ ബാഗ് ഇനി എനിക്ക് സ്വന്തം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ബെറ്റിൽ നീ തോറ്റതാണ്, അതുകൊണ്ട് ബാഗ് എനിക്ക് സ്വന്തമാണ്. അവള് പറഞ്ഞ ശരിയാണ്, ബെറ്റ് വെച്ചതല്ലേ, ബെറ്റിൽ നീ തോറ്റതല്ലേ, അതുകൊണ്ട് നിന്റെ ബാഗ് ഇനി അവൾക്ക് കൊടുക്കണം. നീ ഒന്ന് പോടി ബ്ലാഡിന്. ഇത് നമ്മൾ ആർക്കും തരൂല. ഇതേ നമ്മുടെ സ്വന്തം ബാഗാണ്. ഇത് തോളിൽ നിന്ന് കൈ
വിചാരിച്ചിട്ടുള്ള ഒരു കച്ചവടം ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ബെറ്റിൽ നീ തോറ്റതാണ് തോറ്റതാണ് തോറ്റതാണ്. ബാഗ് തരത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അപ്പഴേ ബെറ്റ് വെക്കാൻ നിന്നത്? അത് പിന്നെ എടി, അത് അവനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അവൻ വിചാരിച്ചിട്ടുണ്ടാകും അതിലും നല്ല മഴവില്ല് ഇനി എവിടെയും കാണാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ തന്നെ ഇത് ജിംബുവിന്റെ ശക്തി കൊണ്ടുവന്ന മഴവില്ലല്ലേ, അതാണ് ഇതിന് ഇത്രയും ഭംഗി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ബെറ്റിൽ നീ തോറ്റതാണ്. എനിക്ക് വേണം നിന്റെ ബാഗ്. ഹമ്പടി കേമി, ബാഗ് വേണമെങ്കിലേ നീ ചെന്ന വല്ല കടയിലും പോയിട്ട് വാങ്ങിക്കേ. എന്റെ ഈ ബാഗ് തരത്തില്ല. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? അത് പിന്നെ ജിംബു, ഇവനില്ലേ, ഇവൻ എന്റെ കൂടെ ബെറ്റ് വെച്ചതാണ്. ഇത്രയും ഭംഗിയിൽ മഴവില്ല് എവിടെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബെറ്റിൽ അവൻ തോറ്റു. ഇത്രയും ഭംഗിയിൽ മഴവില്ല് കാണാൻ പറ്റുമെന്ന് അവനും വിചാരിച്ചില്ല. എടി പിങ്കി മോളെ, അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ഇതിനാണോ നിങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നത്? അത് ശരിയാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ജിംബു. പിങ്കി മോളെ, നീ നല്ല കുട്ടിയല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വഴക്കിടാൻ പോകുന്നത്? സോറി ജിംബു, ഇനി ഉണ്ടാവില്ല. ശരി, എങ്കിൽ നല്ല കുട്ടിയായിട്ട് വാ. നമുക്ക് ആ മാളികക്കാല് കണ്ടുപിടിക്കണ്ടേ? വേണം. എങ്കിൽ വേഗം വാ, നമുക്കിപ്പോ പോയാലല്ലേ കാര്യങ്ങൾ നടക്കൂ. സോറി ജിംബു, അതെന്നോട് വിട്ടുപോയതാണ്. എങ്കിൽ വേഗം നമുക്ക് പോകാം. ഷോ, ഇപ്പോഴൊന്ന് സമാധാനമായത്. അല്ലെങ്കിൽ എന്റെ ബാഗ് ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടേനെ. നിങ്ങൾ എന്റെ കൂടെ തന്നെ നടന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ശരി ജിംബു, നിന്റെ കൂടെ ഞങ്ങളുമുണ്ട്.